ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ ടോപ്പിക്സിലെയും മാത്തമാറ്റിക്സിലെ ഇക്വേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്ന വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഷോർട്ടാക്കി കൊണ്ടുവച്ചതാണ്, അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തത് എന്തൊക്കെ വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ ട്രിഗണോമെട്രി അഥവാ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗണോമെട്രിയിലെ ഇക്വേഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇക്വേഷൻസ് എല്ലാം ഇവിടെ കാണിച്ചു തരും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, ഡീറ്റെയിൽ ഒക്കെ ലൈവിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലൈവുകൾ കാണുക. ഇത് നിങ്ങൾക്ക് ഒരു ക്വിക്ക് നോട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിന്റെ ആ സൈഡ്സിന്റെ റേഷ്യോ ആണ് 1:√3:2 എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് 45 ഡിഗ്രി, 90 ഡിഗ്രി ആ റേഷ്യോ ആണ് പഠിക്കാനുള്ളത്. മൂന്നാമതായിട്ട് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ് സൈൻ എക്സ്, അതേപോലെ കോസ് എക്സ്, ടാൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർട്ടെന്യൂസ്, അഡ്ജസന്റ് ബൈ ഹൈപ്പർട്ടെന്യൂസ് ആൻഡ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അങ്ങനെ 3 ഇക്വേഷൻസ് ആണ്. സോ കാട്ടോ എന്ന് പറയുന്ന ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ കാട്ടോ ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ള ട്രിക്കാണ്. സോ കാട്ടോ ഓർത്ത് വെക്കാനുള്ള. സോ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർട്ടെന്യൂസ്, കോസ് എക്സ് അഡ്ജസന്റ് ബൈ ഹൈപ്പർട്ടെന്യൂസ്, ടാൻ എക്സ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. മലയാളം മീഡിയം മക്കൾക്ക് സൈൻ എക്സ് ചോദിച്ചു എന്ത് കഴിച്ചു, കോസ് എക്സ് പറഞ്ഞു സമൂസ കഴിച്ചു, ടാൻ എക്സ് പറയാണ് എനിക്കും സമൂസ വേണം. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം, നിങ്ങൾ ഇഷ്ടം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ് ഏരിയ ഓഫ് ട്രയാങ്കിളും ഏരിയ ഓഫ് പാരലലോഗ്രാമും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രയാങ്കിളിന്റെ 2 അഡ്ജസന്റ് സൈഡ് തന്നാൽ അവരെ കുത്തനെ വരയ്ക്കുന്ന സമയത്താണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുക. അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ ഹൈപ്പർട്ടെന്യൂസ്. അപ്പൊ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? ഹൈപ്പർട്ടെന്യൂസ് ഇൻറ്റു സൈൻ ആംഗിൾ ആയിരിക്കും. ഈ കാണുന്ന രണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കണം ഹൈപ്പർട്ടെന്യൂസ് ഇൻറ്റു സൈൻ ആംഗിൾ. അടുത്ത് അര ബി എച്ച്, അര ഇൻറ്റു പാദം എന്ന് പറഞ്ഞാൽ എ, ബി എന്ന് പറഞ്ഞാൽ ബി സൈൻ എക്സ്. അപ്പൊ അര ഇൻറ്റു പാദം ഇൻറ്റു സൈൻ എക്സ്, അര എ ബി സൈൻ എക്സ്. അതായത് ഇത്രേ ഉള്ളൂ സിമ്പിൾ. ഈ കാണുന്ന സൈഡ് ഇൻറ്റു സൈന് എക്സ് ചെയ്താൽ ഹൈറ്റും, അര ഇൻറ്റു ഇത് ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ ഏരിയയും കിട്ടും. ഈ കാണുന്ന അര അങ്ങ് ഒഴിവാക്കിയാൽ എന്തായി? പാരലലോഗ്രാമായി. എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ ഏരിയ കിട്ടി, പരപ്പളവ് കിട്ടി. ഈ ബി സൈൻ എക്സ് തന്നെയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത് പഠിക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആണ്, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഒരു സർക്കിളിന്റെ അകത്ത് ഒരു ട്രയാങ്കിൾ വരികയാണെങ്കിൽ 3 ചോദ്യങ്ങളാണ് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതിന്റെ ഡയമീറ്റർ എത്ര? സിമ്പിൾ. ഡയമീറ്റർ എന്നാൽ ഒരു പണിയില്ല, ഏത് സൈഡാണോ തന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അതിലുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ആണ്. ഇനി ഇതാണ് തന്നെങ്കിൽ സൈൻ സെഡ് ആണ്, ഇതാണ് തന്നെങ്കിൽ സൈൻ വൈ ആണ്, ബി ബൈ സി ബൈ. ഇനി ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന സൈഡ് കാണാൻ പറഞ്ഞു, 2r തന്നിട്ടുണ്ട്. ഒരു പണിയുമില്ല, ഈ ആംഗിളും അറിയാം 2rഉം അറിയാമെങ്കിൽ ഈ കാണുന്നത് എന്തായിരിക്കും? 2r ഇൻറ്റു സൈൻ എക്സ് ആയിരിക്കും എ. ഈ തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് 2r ഇൻറ്റു സൈൻ എക്സ്. ഇതെന്തായിരിക്കും? 2r ഇൻറ്റു സൈൻ വൈ. ഇതെന്തായിരിക്കും? 2r ഇൻറ്റു സൈൻ സെഡ്. ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും, ഇമ്പോർട്ടൻ്റ് ഐഡിയ. യെസ്, ഇതാക്കാണത്. പിന്നെ സർക്കിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇതിന്റെ റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറയുന്നത് ആ 2r അങ്ങ് ഒഴിവാക്കിയാൽ മതി. സൈൻ എക്സ് ഈസ് ടു സൈൻ വൈ ഈസ് ടു സൈൻ സെഡ് ആയിരിക്കും ഇതിന്റെ വശങ്ങളുടെ അംശബന്ധം. അതങ്ങനെ ചോദിക്കുന്ന ടോപ്പിക് അല്ല, അഡീഷണൽ ആയിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്. ഒരു കുട്ടി നേരെ നോക്കുന്നതിന് നമ്മൾ നേർക്കാഴ്ച അഥവാ സ്ട്രേറ്റ് വ്യൂ എന്ന് പറയുന്നു. ആ കുട്ടി മേലോട്ട് നോക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ആ കുട്ടി താഴോട്ട് നോക്കുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്ക്കോൺ എന്ന് പറയും. മേൽക്കോണും കീഴ്ക്കോണും. കീഴ്ക്കോൺ ഇങ്ങനത്തെ ഒരു ചിത്രം വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ പറയേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ സമയത്ത് എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അകത്ത് ആ ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി വരാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ്. ക്രിസ്മസ് എക്സാം ആണ്, ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണം, ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾ മാറ്റണം കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ചാപ്റ്റർ കോർഡിനേറ്റ്സ് അഥവാ സൂചകസംഖ്യകളാണ്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ കാണുന്ന ഭാഗത്ത് എന്തായാലും എല്ലാ നമ്പറും പോസിറ്റീവേ വരുള്ളൂ. 2 നമ്പറും ഇവിടെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും. ഇവിടെ 2 നെഗറ്റീവ്. ഈ കാണുന്ന ഭാഗത്ത് ഏടെ നമ്പർ വരികയാണെങ്കിൽ 2 നെഗറ്റീവ്. ഇവിടെ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഐഡിയ. അതായത് അടയാളപ്പെടുത്താൻ ചോദിക്കും, കുറച്ച് പോയിന്റ് അത് അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ നമ്മൾ ഇതാണ് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. എക്സ് അക്ഷത്തിലുള്ള ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടെ വൈ 0 ആയിരിക്കും. വൈ 0. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ വൈ 0 ആയിരിക്കും, -4,0. കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ചാപ്റ്റർ വൃത്തിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വൈ ആക്സിലാണെങ്കിൽ എക്സ് 0 ആയിരിക്കും. അത് നിങ്ങൾ കോൺസെപ്റ്റുകളൊക്കെ കാണാം. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിന് പാരലൽ ആയിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നോക്കിയാൽ അവിടെ വൈ ചേഞ്ച് ചെയ്യൂല, വൈ ചേഞ്ച് ആവില്ല. ആൻഡ് വൈ ആക്സിന് പാരലായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എക്സും ചേഞ്ച് ആവില്ല. അതാണ് മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ കാണാൻ പറ്റും ഒരു റെക്റ്റാങ്കിൾ അഥവാ ചതുരം. കുത്തനെ വരയ്ക്കുമ്പോൾ എക്സ് മാറില്ലടാ, നേരെ വരയ്ക്കുമ്പോൾ വൈ മാറില്ല.
അതായത് കുത്തനെ വരക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സിൻ്റെ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ വരിക. നേരെ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ വൈ എന്താണോ അതാണ് ഇവിടെ വരിക. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇവിടെ അങ്ങനെ തന്നെ. കുത്തനെ വരയ്ക്കുമ്പോൾ എക്സ് മാറില്ല, നേരെ വരയ്ക്കുമ്പോൾ വൈ മാറില്ല. ഉണ്ട്, രണ്ടും വൈ ടു ഒരു ഐഡിയ ആണ്. പിന്നെ നിങ്ങൾക്ക് ആകെയിൽ പഠിക്കാനുള്ളത് ഡിസ്റ്റൻസസ് ആണ്, അഥവാ അകലമാണ്. ഓക്കെ, ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് ഇക്വേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ് ആക്സിലെ 2 പോയിന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈ കാണുന്ന ഇക്വേഷൻ ആണ്, മോഡ് x1 - x2 അല്ലെങ്കിൽ x2 - x1. എന്നാൽ വൈ ആക്സിലെ പോയിന്റ് ആണെങ്കിലോ, വൈ ആക്സിലെ പോയിന്റ് ആണെങ്കിൽ മോഡ് y1 - y2 അല്ലെങ്കിൽ y2 - y1. ഇനി 2 ആക്സിസിലും അല്ലാത്ത ഇതുപോലെ വരുന്ന പോയിന്റ് ആണെങ്കിലോ √(x1 - x2) പ്ലസ് y1 - y2). അത് ഒന്ന് നോട്ട് ചെയ്തൊക്കെ തിരിച്ചു ചെയ്താലും വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു പോയിന്റ് ഒറിജിൻ ആണ്, അഥവാ ആധാരബിന്ദു ആണെങ്കിൽ എന്താ ഇക്വേഷൻ √(x² + y²). ഓക്കെ, ഏത് നമ്പർ ആണെങ്കിലും അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്ത ടാൻജൻസ് അഥവാ തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ് ആണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ടാൻജൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഡയമീറ്റർ അഥവാ വ്യാസം വരച്ചു, അതിന് തൊടുന്ന രീതിയിൽ ഒരു വരയും വരച്ചു. ആ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അഥവാ ഒരു റേഡിയസും ടാൻജന്റും എപ്പോഴും 90 ആയിരിക്കും. ഇനി അല്ലെങ്കിൽ ഡയമീറ്ററും ടാൻജന്റും 90 ആയിരിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പിക്ചർ ആണ്. ഇത് 90 ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടി 180. അപ്പോൾ ഓപ്പോസിറ്റ് തമ്മിൽ കൂട്ടിയാൽ 180. ഇത് സൈക്ലിക് ആണ്, അഥവാ ചക്രീയമാണ്. അതേപോലെ തന്നെ ഈ 2 സൈഡും ഈക്വൽ ആണ്, എ സിയും ബി സിയും ഈക്വൽ ആണ്. പിന്നെ കൂടാതെ തന്നെ ഈ കാണുന്ന വര ഞാൻ ഇങ്ങോട്ട് വരച്ചാൽ ഈ ആംഗിളും സെയിം ആണ്. ഈ ആംഗിളും സെയിം ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് 90 ഡിഗ്രി ആണ്. സോ ഇത് കർണമാണ്. OC² = പാദം സ്ക്വയർ പ്ലസ് AC². ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയ ആണ്. ഈ കാണുന്ന റൈറ്റ് ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം വരാം. ഇത് ട്രിഗണോമെട്രി വരെ കണക്ട് ആക്കിയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്ത നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സെൻട്രൽ ആംഗിൾ ആണ്. ഇത് എത്ര ഡിഗ്രി ആണോ ഈ കാണുന്ന ആംഗിൾ, അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 180 100 കുറച്ചാൽ എന്ത് കിട്ടും? ഈ കാണുന്ന ആംഗിൾ കിട്ടും. കാരണം രണ്ടു കൂടി കൂട്ടിയാൽ 180. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കോഡ് അഥവാ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ ആ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുക. കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. ഇത് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 2x = 100 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. നോക്കിയേ, 50 100 180 കണ്ടോ? അങ്ങനെ വരുള്ളൂ. ഈ കാണുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. ഈ കാണുന്ന ആംഗിളും ഈ ആംഗിൾ സെയിം ആണ്. അതേപോലെ ഞാൻ ഇങ്ങോട്ട് വരക്കുകയാണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ കാണുന്ന എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ 3 സ്ഥലത്ത് എക്സ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഈ കാണുന്ന എക്സിൻ്റെ ഡബിൾ ആയിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആംഗിൾ. മാറിപ്പോകരുത്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഉണ്ടാ ചിത്രം കേട്ടോ. ഈ കാണുന്ന ആംഗിളും സെയിം ആണ്. ഈ കാണുന്ന ആംഗിളും സെയിം ആണ്. ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരിക. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇവിടെ ഉണ്ടാ ചിത്രം. ഓക്കെ, സോ അടുത്തൊരു ചിത്രം എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ചിത്രമാണ്. ഈ കാണുന്ന രീതിയിൽ ഏത് ചോദ്യം വന്നാലും ഈ കാണുന്നതിനാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. ഈ കാണുന്നതിന് പെരിമീറ്റർ അഥവാ ചുറ്റളവ്. അതായത് ഈ കാണുന്ന സൈഡ് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെങ്കിൽ എയും ബിയും സിയും കൂട്ടിയാൽ എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ചുറ്റളവിൻ്റെ പകുതിയാണ്. എയും ബിയും സിയും കൂട്ടിയതിൻ്റെ പകുതി. ഇതാണ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, എസ് ഇവിടെ എ ആണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ S - A, ഇവിടെ S - A. ഇവിടെ ബി ആണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഇവിടെ S - B, ഇവിടെ S - B. ഇവിടെ സി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. S - C, S - C. ആ കാണുന്ന ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയിലുണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഷാഹിദ് റംസാൻ്റെ ഒരു ഇക്വേഷൻ ആണ്. അത് മറ്റാരുമല്ല, ഈ കാണുന്ന ഇക്വേഷൻ ആണ്. SR = A. അതായത് എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതി, ആർ എന്ന് പറഞ്ഞാൽ ഇൻ റേഡിയസ്, എ എന്ന് പറഞ്ഞാൽ ഏരിയ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരും, ഒരു ചിത്രം തന്നുകൊണ്ട് ചോദ്യം. ആ ചിത്രം എങ്ങനെ ആയിരിക്കും? നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള ചിത്രമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളും കൂടി ഉണ്ടാവും. ഇതുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്കിളാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇത് റേഡിയസ് ആണ് എങ്കിൽ ഈ കാണുന്ന സർക്കിളിൻ്റെ ഇൻ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ R = A/S കണ്ടാൽ മതി. ഈ കാണുന്ന സർക്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ, സർക്കിളിൻ്റെ അല്ല ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ, ട്രയാങ്കിളിൻ്റെ ഏരിയ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? S × R ചെയ്താൽ മതി. എസ് എന്നാൽ പെരിമീറ്ററിൻ്റെ പകുതി, R എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇതാണ് ഇതിൻ്റെ ഐഡിയ. നോട്ട് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ R മാത്രം കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? R മാത്രം കാണുന്ന ഇക്വേഷൻ ആണെങ്കിൽ √(S - A × S - B × S - C/S. ഇതാണ് R മാത്രം കാണാൻ പറഞ്ഞ ഇക്വേഷൻ ആണ്. R മാത്രം. ഇനി ഇങ്ങോട്ട് A മാത്രം കാണാൻ പറഞ്ഞാൽ അടിയത്തെ എസ്സിനെ മേലോട്ട് ഇട്ടാൽ മതി. ഇതാണ് A മാത്രം കാണുന്ന ഇക്വേഷൻ. A കാണാൻ ചോദിക്കില്ല, അത് 9ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇത്രയാണ് ടാൻജൻസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിലേക്ക് പോകാം, അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ 3 ഇക്വേഷൻ്റെ ഒരു ഐഡിയ ആണ്. ഒരു പണിയുമില്ല. x (x) x². ഇവിടെ +A, ഇവിടെ +B. സോ A + B കൂടി x.
ഈ കാണുന്നത് എ ഇൻറ്റു ബി എ ബി. നോക്കുക എക്സ് സ്ക്വയർ, ഇവിടെ പ്ലസ് എ, ഇവിടെ മൈനസ് ബി. സോ എയും മൈനസ് ബിയും കൂട്ടുക, എ മൈനസ് ബി, അതിൻ്റെ കൂടെ എക്സ്, ഇവിടെ എപ്പോഴും പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത് എ ഇൻറ്റു മൈനസ് ബി മൈനസ് എ ബി. അടുത്ത് നോക്കി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, ഇവിടെ മൈനസ് എ, ഇവിടെയും മൈനസ് എ. അപ്പോൾ ശരിക്കും എന്താ അതിൻ്റെ പ്ലസ് മൈനസ് എ മൈനസ് ബി എന്നാണ് വരേണ്ടത്. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും മൈനസിനകത്ത് ഞാൻ മൈനസിനെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ മൈനസ് ഓഫ് എ പ്ലസ് ബി, അതായത് ഇതെന്താ മൈനസ് എ മൈനസ് ബി ആണ്. ആ ഒരു ഐഡിയ മനസ്സിലാണ്ടാൽ മതി. അപ്പോൾ മൈനസ് എ ഇൻറ്റു മൈനസ് ബി പറഞ്ഞാൽ പ്ലസ് എ ബി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ കാണുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് x+2 × x+5 ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. 2ഉം 5ഉം കൂട്ടി എത്രയാണ്, 7 ആണ്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, 2ഉം 5ഉം കൂട്ടിയാൽ 7, അതിൻ്റെ കൂടെ എക്സ്, 2 × 5 10. ഞാൻ നോക്കി എക്സും കൂട്ടിയാൽ എക്സും എക്സ് സ്ക്വയർ, 2 ന്ന് 5 കുറച്ചാൽ -3, അതിൻ്റെ കൂടെ എക്സ്, 2 × -5 -10. അപ്പോൾ ഈ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ കാണുന്ന നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കി എപ്പോഴും സൊല്യൂഷൻ ഉണ്ടാവുക, പരിഹാരം. എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റാ, കട്ട് ഓൺ ദി എക്സ് ആക്സിസ്. അങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ കാണുന്ന ടോപ്പിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലൈവിലേക്ക് വരിക. ലൈവ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അത് കാണാം. നിങ്ങൾക്ക് ഇനിയും ലൈവിലേക്ക് വരാം, പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇക്വേഷൻസ് മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. ഏകദേശം ഇപ്പോൾ എത്ര മിനിറ്റായി, 11 മിനിറ്റോളം ആയിട്ടുണ്ട്. സോ ഒരു 15 മിനിറ്റോളമുള്ള വീഡിയോ ആണ് ഞാൻ വിചാരിക്കുന്നത്. 15 മിനിറ്റോട് നിങ്ങൾക്ക് അത്രയും ചാപ്റ്റേഴ്സിന് മുഴുവൻ ഇക്വേഷൻസും കിട്ടും. ഈ കാണുന്ന ഓരോ സ്ലൈഡും എടുക്കാൻ ഞാൻ 3-4 ദിവസം എടുത്തിട്ടുണ്ട്. ആ 3-4 ദിവസം എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു കമൻറ്റ് നിങ്ങളുടെ ഹൃദയഭാഗത്ത് നിന്ന് നിങ്ങൾ കമൻറ്റ് ഒന്ന് ചെയ്യട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ളത്. നിങ്ങൾക്കത് ഞാൻ എടുത്ത എഫേർട്ടിന് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ ഇക്വേഷൻ ആണ് എക്സ് = -b ± √b² - 4ac/2a. ഇത് ഏത് ഇക്വേഷൻ വന്നാലും, ഈ രീതിയിലുള്ള സെക്കൻഡ് ഡിഗ്രിയിലെ ഏത് ഇക്വേഷൻ വന്നാലും നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, മെത്തേഡാണ്. പിന്നെ ഈ കാണുന്ന റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് വന്നാൽ, ഒരു പ്ലസ് നമ്പർ വന്നാൽ 2 ഉത്തരം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ഒറ്റ ഉത്തരം ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ 0 വന്നാൽ ഒരു ഉത്തരം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ് ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് സർക്കിൾസ് ആൻഡ് ലൈൻസിൽ ഉള്ള ഇക്വേഷൻസ് ഉണ്ട്. മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, ഒരു സർക്കിളിനകത്ത് 2 കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ PA × PB = PC × PD ആണ്. ഇനി ഈ ചിത്രമാണെങ്കിലും അതിൻ്റെ ഇക്വേഷൻ എന്താണ്, PA × PB = PC × PD. രണ്ടിൻ്റെയും ഇക്വേഷൻസ് എന്താണ്, സെയിം ആണ്. ഇനി ഇങ്ങനെയാണ് ചിത്രം തന്നതെങ്കിൽ PA × PB = PC², PA × PB = PC². ഈ രണ്ട് ഇക്വേഷൻ്റെ ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ചിത്രം വരച്ച് പഠിക്കുക. ഇത് ഇൻറ്റു ഇതാണ്, ഓക്കെ, ഇത് ഇൻറ്റു ഇതാണ്, അത് മാറിപ്പോരുത്. അല്ലാതെ നിങ്ങൾ ആദ്യം പോയിട്ട് ഇത് ഇൻറ്റു വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി പോരുത്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പുതുതായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്ന ഇക്വേഷൻ, ഈ വർഷം മുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വർഷം ഒന്നുമില്ല, നമ്മൾ അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കിൽ വന്നൊരു ഇക്വേഷൻ ആണിത്. PX × PY = R² - D². ഈ D എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് R. D എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. PX എന്ന് പറഞ്ഞാൽ ഇത്, PX × PY = R² - D² ആണ്. ഇവിടെ നിങ്ങൾക്ക് നേരെ തിരിച്ചിടാം, PX × PY = R² - D², D² - R². കാരണം D എന്ന് പറഞ്ഞതാണ് വലുത്. ഇവിടെ D വലുതാണ്, ഇവിടെ D ചെറുതാണ്. അപ്പോൾ D ചെറുതാണെങ്കിൽ ലാസ്റ്റ് ഇടാം, D വലുതാണെങ്കിൽ ആദ്യത്തിലിടാം. ഓക്കെ, സോ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. സോ അടുത്തത് കോഡ്സ്. യെസ്, ഇതിൻ്റെ തന്നെ മലയാളം വീഡിയോ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ, മലയാളം വീഡിയോ. യെസ്, ഇനി മെയിനായിട്ട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മലയാളം വീഡിയോ അവിടെ ഉണ്ട് കേട്ടോ. ഇതേപോലെ ഇനി മെയിനായിട്ട് പറയാനുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജാമിതിയും ബീജഗണിതം എന്ന് പറയുന്ന കിള്ളൻ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പൊതുവേ നമുക്ക് ഉണ്ടാവാറുള്ളത് റേഷ്യോ അഥവാ അംശബന്ധം വരെയാണ് മാക്സിമം ഉണ്ടാവുക. അതിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക് ഈ കാണുന്ന 4 കോർണറുകളിൽ 3 എണ്ണം തരും, ഏതെങ്കിലും 3 എണ്ണം. എന്നിട്ട് 4ാമത്തെ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കാം. 4ാമത്തെ കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല. നിങ്ങൾക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഡയഗണൽ എടുക്കുക, വികരണം. എന്നിട്ട് ഇവിടുത്തെ ഈ നമ്പറും ഇവിടുത്തെ ഈ നമ്പറും കൂട്ടുക. അപ്പോൾ ഈ കാണുന്ന X, Y കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ആ X കാണാൻ എന്ത് ചെയ്താൽ മതി, ആ X2ഉം X3ഉം കൂട്ടുക. എന്നിട്ട് ആ X1 കുറയ്ക്കുക, അതായത് നേരെ ഓപ്പോസിറ്റുള്ളത് കുറയ്ക്കുക. ഇത് രണ്ടും കൂട്ടിയിട്ട് ഓപ്പോസിറ്റുള്ളത് കുറയ്ക്കുക. ഇനി അടുത്ത് ഇത് രണ്ടും കൂട്ടുക, Y2 + Y3. എന്നിട്ട് ഓപ്പോസിറ്റുള്ളത് കുറയ്ക്കുക. ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ കാണുന്ന കിട്ടും. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് കാണാൻ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇതാണ് കാണാൻ പറഞ്ഞെങ്കിൽ ഇവിടുത്തെ X1ഉം ഈ കാണുന്നതും കൂട്ടുക, എന്നിട്ട് ഇത് കുറയ്ക്കുക. അങ്ങനെയാണ് ഐഡിയ, ഏത് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ പഠിക്കാനുള്ളത് മിഡ് പോയിന്റ് ആണ് അഥവാ മധ്യബിന്ദു ആണ്. അപ്പോൾ 2 പോയിന്റ് തന്നു, ഇത് രണ്ടും കൂടി കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക, ഇത് രണ്ടും കൂടി കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ കറക്റ്റ് നടുവത്തെ പോയിന്റ് കിട്ടും. ആ പ്ലസ്സും ആവാം മൈനസും ഒക്കെ ആവാം. പിന്നെ നിങ്ങൾ പഠിക്കാനുള്ളത് റേഷ്യോ അഥവാ അംശബന്ധമാണ്. റേഷ്യോ
ഇത് മിഡ് പോയിന്റ്, മധ്യബിന്ദു അല്ല, ഓക്കെ, അംശബിന്ദു. അപ്പോൾ ഈ അംശബിന്ദു എന്നാൽ നമ്മൾ മിഡ് പോയിന്റ് മറ്റൊരു വേർഷനാണ്. ശരിക്കും ഇതിൽ നിന്നാണ് മിഡ് പോയിന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് എവിടെയെങ്കിലും മുറിക്കാം. നേരത്തെ നമ്മൾ കറക്റ്റ് നടുവിലാണ് മുറിച്ചത്, ഇത് എവിടെയെങ്കിലും മുറിക്കുന്നു. അപ്പോൾ ഏത് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടാവും, 3:2 ഏതെങ്കിലും റേഷ്യോ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് m × x2 + n × x1 / m+n, m × y2 + n × y1 / m+n. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാ മക്കളും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക. വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. കമന്റ് ഇടാൻ മറക്കരുത്. കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.